കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി പിടിക്കാൻ സിപിഎമ്മിന്റെ പരീക്ഷണമായിരുന്നു ഇന്നസെന്റ്. പരീക്ഷണം അന്ന് വിജയിക്കുകയും ചെയ്തു. ഇന്നസെന്റ് ലോക്സഭയിലെത്തി. സിനിമയുടെ തിരക്കുകളെയും ആരോഗ്യ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ജനസേവനത്തിനിറങ്ങിയ സെലിബ്രിറ്റി ഇമേജായിരുന്നു എംപിയായ ഇന്നസെന്റിന്. ഇക്കുറി സ്ഥാനാർത്ഥി നിർണയം ചർച്ചയായി തുടങ്ങിയപ്പോഴേ ചാലക്കുടി സിപിഎമ്മിന് ചോദ്യചിഹ്നമായിരുന്നു. കാരണം പ്രാദേശികമായി ഇന്നസെന്റിനെതിരായി ഉണ്ടായിരുന്ന വികാരം തന്നെ. എറണാകുളം, തൃശൂർ ജില്ലകളിലെ പാർട്ടി സംവിധാനങ്ങൾ ചാലക്കുടി മണ്ഡലത്തിന് കഴിഞ്ഞ ടൈമിൽ പൂർണ്ണ പിന്തുണയും നൽകിയിരുന്നു. പക്ഷേ പൊതുപരിപാടികളിൽ പോലും എംപി പങ്കെടുക്കുന്നില്ലെന്ന പരാതിയായിരുന്നു സാധാരണ പാർട്ടിക്കാർക്കുണ്ടായിരുന്നത്. അത് ഇന്നലെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇക്കുറി ഇന്നസെന്റിനെ എറണാകുളത്തേക്ക് മാറ്റി ചാലക്കുടി മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന പി രാജീവിനെ മത്സരിപ്പിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. രാജീവോ പെരുമ്പാവൂരുകാരനായ മുൻ എംഎൽഎ സാജു പോളോ മതിയെന്ന നിലപാടിലായിരുന്നു പാർട്ടിക്കാർ. ഇപ്പോൾ പൊതുവേദി ഈ വിഷയം തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. എതിർപ്പ് മറികടന്ന് ഇന്നസെന്റിനെ സ്ഥാനാർത്ഥിയാക്കുമോ? ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിത്വം ന്യായീകരിക്കാവുന്നതോ? പ്രേക്ഷകർക്ക് വിളിക്കാം. ഇപ്പോൾ ദിവാകരൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്കുള്ള അഭിപ്രായം? ഞാൻ പാതുവായിൽ നിന്നാണ് വിളിക്കുന്നത്. കോട്ടയം ജില്ലയിൽ പാതുവായാണ്. പറയൂ. പാതുവായ്ക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, ഈ ഇറ്റലി പാതുവായിൽ നിന്ന് വിശുദ്ധ അന്തോണി സൂന്യാളിന്റെ തിരുശേഷി ഇപ്പൊ ഈ മാസം 15-ാം തീയതി ഈ പാതുവായിൽ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഈ പാതുവായിക്കൊണ്ട്. ഇൻസെന്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസെന്റ് സിനിമാ നടനായതുകൊണ്ട് പുള്ളിക്ക് എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ നല്ല ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന എംപിമാരായിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന ആള് എംപി ആയിട്ട് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തിട്ട് കേരളത്തിലെ മൊത്തം ഭരണം നടത്തുന്നുണ്ട്. പുള്ളി ഒരു ജനങ്ങളാൽ തെരഞ്ഞെടുത്ത വ്യക്തിയല്ല. ഇൻസെന്റിനെ പോലുള്ളവരെ തെരഞ്ഞെടുത്ത് വരുന്നതിൽ ഇൻസെന്റ് നിന്നാൽ ഇനിയും ജയിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ശരി, വളരെ നന്ദി വിളിച്ചതിന്. ദിവാകരൻ എന്ന പ്രേക്ഷകനാണ് കോട്ടയത്ത് നിന്നും വിളിച്ചത്. പട്ടാമ്പിയിൽ നിന്ന് മണികണ്ഠൻ എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മണികണ്ഠൻ, ഇനിയും ഇന്നസെന്റിനെ മത്സരിപ്പിക്കാനുള്ള നീക്കത്തെ താങ്കൾ എങ്ങനെ കാണും? വളരെ വളരെ മോശം. നിങ്ങൾ ഇന്നലെ ചോദിച്ചല്ലോ സ്ഥാനാർത്ഥി ദാരിദ്ര്യമുണ്ടോ പാർട്ടിക്കെന്ന്. ആ ചോദ്യം ഇന്നായിരുന്നു വേണ്ടത്. കാരണം എന്താ വിചാരിച്ചാല്, ഇന്നസെന്റിനെ പോലുള്ള ഒരു വ്യക്തി പാർലമെന്റിൽ പോയിരുന്നിട്ട് കോമഡി കാണിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, ജനസേവനം നടത്തുന്ന പാർട്ടിയുടെ ആരെങ്കിലും, പ്രത്യേകിച്ച് ഇപ്പോൾ കോട്ടയത്ത് സുരേഷ് കുറുപ്പിനെ പോലുള്ള ഒരു വ്യക്തിയൊക്കെ കോട്ടയത്തുള്ളപ്പോൾ അദ്ദേഹത്തൊക്കെ, അല്ലെങ്കിൽ ആ ചാലക്കുടിയിൽ തന്നെ അതിന് പറ്റിയ പാർട്ടി സഹാക്കളുണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കാതെ ഈ സിനിമയിലെ മാത്രം കോമഡി കണ്ട് ജനം അതിന് ഇനിയും വോട്ട് ചെയ്യുമെന്ന് പാർട്ടി അല്ലെങ്കിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണ്. ശരി, വളരെ നന്ദി മണികണ്ഠൻ പട്ടാമ്പിയിൽ നിന്ന് വിളിച്ചതിന്. ജോർജ് എന്ന പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ജോർജ്, താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? ഒരു എം പി എന്ന നിലയിൽ ഇന്നസെന്റിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ആൾനാർമത്തായി എല്ലാവർക്കും ഇഷ്ടം അറിയുകയും ചെയ്യും. പക്ഷെ ഇന്നസെന്റിന് ലോക്സഭാ സ്പീക്കർ പോലും അറിയത്തില്ല. കേരളത്തിൽ LDF ഒറ്റ സീറ്റിലും ജയിക്കാനും പോകുന്നില്ല. ഓക്കെ, ശരി. കൊല്ലത്ത് നിന്ന് ജോർജ് എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. പാലക്കാട് നിന്ന് ഗണേഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. ഗണേഷ്, വലിയ എതിർപ്പ് ഇന്നസെന്റിനെതിരെ അവിടെ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പാർട്ടി മണ്ഡലം കമ്മിറ്റിയിൽ തന്നെ അത് എല്ലാവരും, ബഹുഭൂരിപക്ഷവും ഇന്നസെന്റിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെയും ആ എതിർപ്പൊക്കെയും മറികടന്ന് ഇന്നസെന്റ് തന്നെ അവിടെ മത്സരിക്കുമെന്നാണോ താങ്കൾ കരുതുന്നത്? മത്സരിച്ചാൽ തെറ്റൊന്നുമില്ല. ഹലോ, പറയൂ, കേൾക്കാം, പറയൂ. അല്ല, മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അയാളൊരു സിനിമാ പൊതുപ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയത്തിൽ വന്ന് പഠിച്ചു വന്നല്ലുള്ളൂ. അല്ലാതെ രാഷ്ട്രീയ പാരമ്പര്യമൊന്നും ഇല്ലല്ലോ. പൊതുസമ്മതനായ ഒരു ജനം തെരഞ്ഞെടുത്താണല്ലോ അയാളൊരു സിനിമ നടൻ എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞ അയാൾ എന്താ അവിടെ മോശം ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. ഒരു ടൈം കൂടി ഇന്നസെന്റിന് കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. തീർച്ചയായും ഒരു മാറ്റവും ഇല്ല. അയാൾ വീണ്ടും ജയിക്കും. ശരി, ഗണേഷ് എന്ന പ്രേക്ഷകനാണ് പാലക്കാട് നിന്നും വിളിച്ച് അഭിപ്രായം പറഞ്ഞത്. ഒരു തവണ കൂടി ഇന്നസെന്റിനെ മത്സരിപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം. ബാലരാമപുരത്ത് ശിവദാസൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ബാലരാമപുരത്ത് നിന്നും പറയൂ ശിവദാസൻ, എങ്ങനെയാണ് താങ്കൾ കാര്യങ്ങളെ കാണുന്നത്? മാഡം, എനിക്ക് ഇന്നസെന്റ് സാറിന് ബഹുമാനമേ ഉള്ളൂ. കാരണം അദ്ദേഹത്തിന്റെ ആദരണയാണ്. ഒരു ബിസിനസ് സ്റ്റാർ നിലയ്ക്ക് സന്തോഷിക്കാം. പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ പ്രശ്നം, പൊളിറ്റിക് പ്രശ്നത്തില്
ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മുടെ പാർലമെന്റിൽ ആവശ്യമുള്ളതല്ല. കാരണം അതെന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് സാറ് അവിടെ ഇരുന്നിട്ട് കഴിഞ്ഞ MP സ്ഥാനത്ത് എന്ത് ചെയ്തെന്ന് കേട്ട അവിടെ ജനങ്ങൾക്ക് തന്നെ അറിയാം. CPM-ന് ഇപ്പൊ ആരും തന്നെ സ്ഥാനാർത്ഥികളില്ല മത്സരിക്കാൻ. നിൽക്കുന്ന MLA-മാരും ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ ഇന്ന് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, BJP കളിക്കുന്ന ഈ നല്ല ഫൈറ്റുകൾ മാത്രമേ ഇതിനകത്ത് പാർലമെന്റ് ഇരിക്കാൻ പറ്റൂ. കേരളത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ശക്തമായ MP-കളാണ് അത് നമുക്ക് ആവശ്യം. ഇപ്പം തന്നെ CPM-ഉം കോൺഗ്രസ് നിർത്തും. ഈ MLA-മാർക്ക് നിർത്താൻ കാരണം കഴിവുള്ളവർ വീണ്ടും പാർലമെന്റിൽ പോകണം, ഇവിടെ ഉള്ളവർ നിർത്തി മത്സരിപ്പിച്ച് MLA ആക്കി എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് സന്തോഷത്തോട് പറയുന്നു, LDF-ഓട് പറയുന്നു, അദ്ദേഹത്തിന് നല്ല ഒരു ബഹുമാനം കൊടുത്ത് അങ്ങനെ ആരാധിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു വ്യക്തിയെ ചാലക്കുടിയിൽ നിന്ന് മത്സരിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ശരി. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകന്റെ അഭിപ്രായമാണ് കേട്ടത്. മലപ്പുറത്ത് നിന്ന് ഹരിദാസ് എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ഹരിദാസ്, ഒരു ടേം കൂടി ഇന്നസെന്റിനെ നിർത്തുകയാണെങ്കിൽ വിജയസാധ്യത എത്രമാത്രമെന്ന് താങ്കൾ കരുതുന്നു? കേൾക്കാമോ? അദ്ദേഹം ടെലിഫോൺ ലൈനിലില്ല. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ശരണ്യ എന്ന പ്രേക്ഷക ചേരുന്നുണ്ട്. ശരണ്യ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇന്നസെന്റ് ഇത്തവണ നിന്നിട്ടുണ്ടെങ്കിൽ വിജയസാധ്യത വളരെയധികം കുറവാണ്. കാരണം ഞങ്ങളുടെ മണ്ഡലമാണ്. ഇതുവരേക്ക് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊന്നും തന്നെ വിജയം കണ്ടിട്ടില്ല. കൂടാതെ അദ്ദേഹത്തിന്റെ അറ്റൻഡൻസും എല്ലാം വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ LDF ഈ മണ്ഡലം നേടാനാകുമെന്നാണ് എന്റെ അഭിപ്രായം. MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പരാജയമായിരുന്നു എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? അതെ, തീർത്തും പരാജയമായിരുന്നു. ചില ഇനോഗ്രേഷൻസിനൊക്കെ വന്നു പോകുന്നത് കാണാറുണ്ട്. അല്ലാതെ പൊതുപ്രവർത്തനങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ അത്രത്തോളം കണ്ടിട്ടില്ല. എന്താണ് ചാലക്കുടി ഇനി ആഗ്രഹിക്കുന്നത്? കൂടുതൽ കരുത്തുറ്റ ഒരു നേതാവ് എന്നതാണോ? ശരണ്യ എന്ന പ്രേക്ഷകയാണ് വിളിച്ചത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വിളിച്ചത്. ഒരു തവണ കൂടി ഇന്നസെന്റ് വേണ്ട എന്ന അഭിപ്രായമാണ് ശരണ്യയ്ക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. എന്തായാലും ഇന്നസെന്റിന്റെ പ്രതികരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന എതിർപ്പൊന്നും കണക്കാക്കുന്നില്ല എന്നതാണ്. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും. അത് ചാലക്കുടിയാണെങ്കിലും എറണാകുളമാണെങ്കിലും എവിടെയാണോ പാർട്ടി ആവശ്യപ്പെടുന്നത് അവിടെ മത്സരിക്കും എന്നതാണ് ഇന്നസെന്റിന്റെ നിലപാട്. നേരത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നു. പാർട്ടി പറഞ്ഞാൽ അതെവിടെയാണെങ്കിലും മത്സരിക്കാൻ തയ്യാറാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു, അബ്ദുൾ അസീസ്. ശ്രീ അബ്ദുൾ അസീസ്, താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം? എന്റെ പേര് അബ്ദുൽ ലത്തീഫ് യമാനി എന്നാണ്. ഞാൻ മലപ്പുറം ജില്ല അരീക്കോട് ഭാഗത്ത് സംസാരിക്കുന്നത്. പറയും. CPM ഇത്ര അധപതിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം CPM അത്യാവശ്യമായ ഘട്ടത്തിൽ BJP-യെ പോലെയുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കോൺഗ്രസുമായി അടുക്കേണ്ട CPM ഇത്രയും അധപതനത്തിലേക്ക് പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം ഉള്ളത്. കാരണം CPM നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടങ്ങൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലൂടെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും CPM ഇത്തരം അപക്വമായ തീരുമാനത്തിന് നിന്നുകൊടുക്കരുത് എന്നാണ് എനിക്ക് വിനീതമായി CPM-ന്റെ നേതൃത്വത്തോട് അറിയിക്കാനുള്ളത്. ശരി. മലപ്പുറത്ത് നിന്ന് അബ്ദുൾ അസീസ് എന്ന പ്രേക്ഷകനാണ് വിളിച്ചത്. വളരെ നന്ദി വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തതിന്.